മലയാളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 50 കോടി ക്ലബിൽ പ്രവേശിച്ച ചിത്രമാണ് DS ഏറെ. 4 ചിത്രങ്ങളിൽ നായകനായ പ്രണവ് മോഹൻലാലിന്റെ 3 ചിത്രങ്ങളും 50 കോടി ക്ലബിൽ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 50 കോടി ക്ലബിൽ പ്രവേശിച്ചത് DS ഏറെയാണ്. ചിത്രം ഒക്ടോബർ 31-നായിരുന്നു ആഗോള റിലീസായി പ്രദർശനത്തിനെത്തിയത്. 30 പെയ്ഡ് പ്രീമിയറും നടന്നിരുന്നു. സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്നാണ്. ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തിയത്. പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു DS ഏറെ. DS ഏറെ ആഗോളതലത്തിൽ 80 കോടി രൂപ നേടിയിട്ടുണ്ട്. ഉദ്വേഗവും ആകാംക്ഷയും മിസ്റ്ററിയും നിറഞ്ഞ ഹൊറർ ത്രില്ലർ ചിത്രമാണിതെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. നിലവാരമുള്ള ദൃശ്യങ്ങളും ഗംഭീര സംഗീതവും കോർത്തിണക്കി വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയ ചിത്രമാണിതെന്നും ഇതിന്റെ ടീസർ, ട്രെയിലറുകൾ എന്നിവ കാണിച്ചു തന്നിരുന്നു. A സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. ക്രിസ്റ്റോ സേവ്യർ ഈണമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. E4 എക്സ്പെരിമെന്റ്സ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത്. ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് വിതരണം ചെയ്തിരിക്കുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് തിങ് സ്റ്റുഡിയോസ് ആണ്. പ്രണവ് മോഹൻലാലിന്റെ വേറിട്ട പ്രകടനം ചിത്രത്തിന്റെ ആകർഷണം തന്നെയാണ്. 4 പടങ്ങളിൽ നായകനായ പ്രണവ് മോഹൻലാലിന്റെ 3 പടങ്ങളും 50 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. തുടർച്ചയായി 3 പടങ്ങളും 50 കോടി ക്ലബിൽ. ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം, DS ഏറെ എന്നിവയാണവ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.